ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കണവ തോരൻ വയ്ക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ കണവ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അങ്ങനെ കണവ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞതും, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഇതിന് വേണം. ഇനി കുരുമുളകും എല്ലാം വേണം, എല്ലാം വയ്ക്കുന്ന സമയത്ത് ചേർക്കാം. അങ്ങനെ ഒരു പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് കറി വയ്ക്കാം, റെഡിയാക്കി എടുക്കാം. അതിന് പാത്രം ചൂടായപ്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് കടുക് പൊട്ടുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇടാം. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് മൂക്കണ്ട, ചെറുതായിട്ട് മൂത്തെടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം, മൂത്ത് വരട്ട്. ഇത് സാധാരണ തോരൻ വയ്ക്കുന്ന രീതിക്കും വയ്ക്കും. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാത്ത സാധാരണ തോരനരിക്കണക്ക് പച്ചമുളക് അരച്ച് കണവ തോരൻ വയ്ക്കും. ഇതിപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്താണ് ഞാൻ വയ്ക്കുന്നത്. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ട്. ഒരുപാടങ്ങ് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതൊക്കെ ചെറുതായിട്ടൊന്ന് മൂക്കട്ട്. ഇനി അതിലോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ചെറുതായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. അത് ചെറുതായിട്ട് അടുക്കി പിടിക്കുന്നുണ്ട്. ഒരുപാട് നേരം മൂപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം പച്ചമണം മാറിയിട്ടുണ്ട്. അതിലോട്ട് തേങ്ങ ചതച്ചിട്ട് കൊടുക്കാൻ. തേങ്ങ ചതച്ചപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടിയും കൂടി ഞാൻ തേങ്ങയുടെ കൂടെ ചേർത്ത് ചതച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി അതും കൂട്ടിയിട്ട് അതും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക, അല്ലെങ്കിൽ വട്ടത്തിന് അരിഞ്ഞിടാം. ഇതിപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇട്ടിരിക്കുന്നത്, അല്ലാതെ റൗണ്ടിന് കട്ട് ചെയ്തിടാം. ഇനി കണവയും അതിൻ്റെ മസാലയെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇത് ഒരുപാട് നേരം വേവിക്കണ്ട. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഈ കണവ ഭയങ്കര കട്ടിയായിപ്പോയി, റബ്ബർ കണക്ക് കട്ടിയാവും. അതുകൊണ്ട് ഒരുപാട് വേവ് ഇതിന് ആവശ്യത്തിനുള്ള വേവ് മതി. ഒരുപാട് നേരം കിടന്ന് വേവണ്ട. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇത്രയും വെള്ളം മതി. അത് വറ്റി വരുമ്പോഴത്തേന് കണവ നല്ലതുപോലെ വേവും. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടുപ്പി വയ്ക്കാം. ഇനി നോക്കാം കണവ എന്ത് പരുവായെന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി, വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. വറ്റി നല്ല കണവയൊക്കെ വെന്ത് നല്ല പരുവായിട്ടുണ്ട്.
ഇത്രയും മതി, നല്ല ഇതായി. അങ്ങനെ നല്ല ഒരു കണവത്തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലൊരു കണവത്തോരൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.